ചന്തമുക്കിന് വല്ല സംസാരമുണ്ടോ സാധാരണ? മറിഞ്ഞത് മൂൺസ്റ്റാർ തന്നെയാ. പല ബസ്സുകാരും പല വിധത്തിലാ പറയണേ. എന്നാ ശേഖരമാഷ അബ്ദുള്ള ആസ്പത്രിക്ക് പോയിണ്ടാവും. അല്ലെങ്കിൽ അവരിപ്പോൾ എത്തണ്ടായിരുന്നു. ശരിയാ. ബസ് പണി പറഞ്ഞോട്ടെ, ആർക്കൊന്നും പറ്റായിരുന്ന മതിയായിരുന്നു. ആ ബസ്സിൽ കാട്ടുമാക്കാനുണ്ടായിരുന്നാ പലരും പറയണേ. പത്രം ഇവിടെ എത്താൻ 11 മണിയാവും. എത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. രാത്രിയല്ലേ ബസ് പറഞ്ഞത്. ആ ന്യൂസ് നാളത്തെ പേപ്പറിലേ ഉണ്ടാവും. ഇത്രയും ദൂരത്തുനിന്ന് ഒരു മാഷ് ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഈ മാഷ് എന്തിനാ ഇങ്ങോട്ട് തന്നെ മാറ്റം വാങ്ങിയത്? മാറ്റം വാങ്ങിയതല്ലോ ടീച്ചറെ ഇപ്പോഴത്തെ പ്രശ്നം. വേറെ എത്ര ബസ് ഉണ്ടായിരുന്നു? ഈ മാഷെന്തര ആ ബസ് കയറാൻ പോയേ? അയ്യോ കൃഷ്ണ ഗുരുവായൂരപ്പ, വൈകുന്തോറും പേടിയാവുന്നു. ഒന്നും പറ്റായിരുന്നാ മതിയായിരുന്നു. ഈ സ്കൂളിലും പോവാണ്ട് ബാപ്പാന്റെ കുതിരവണ്ടി വന്നണ്ടാന്ന് നോക്കി ചെക്കന്താ പറഞ്ഞു. അന്റെ ബാപ്പ ഇത് എടപ്പോയി കിടക്കടി. ഒരു വിവരം തിരക്കി പോയതല്ലേ ഉമ്മ. ബസ് മറിഞ്ഞ സ്ഥലത്ത് പോയോ അതോ ആസ്പത്രി പോയോ ഇനി ആ മാഷിന്റെ വീട്ടിൽ പോയോ എന്നൊക്കെ ആർക്കറിയാം. എനിക്ക് സ്കൂളിൽ പോകാണ്ടിരിക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുക ചെക്കൻ. ബെക്കൻ ചോറ് വെച്ച് ഇപ്പം പോയാലും മതി. ഉച്ചക്കുള്ള ക്ലാസ്സിലിരിക്കാലോ. ആവോ പോയി നോക്ക്. മാഷ് ഞാൻ ഹെഡ് മാഷ്. മാഷിന്റെ ഭാര്യ ആശുപത്രി തന്നെയാ. അവർക്കാണ് നല്ല പരിക്ക്. ബോധം വീണിട്ടില്ല. സദാനന്ദ, നിങ്ങൾ എല്ലാരും കൂടെ ഒന്ന് സഹായിച്ചേ. മയ്യത്ത് പുരയിലേക്ക് എടുക്ക. എരുമാഷേ, താക്കോല് നിങ്ങൾ ആ ബാധനം തുറന്നേ. വിഷ്ണുമാഷക്ക് നമ്മളൊക്കെ ഉള്ളൊരു സഹായത്തിന്. എന്താ ഇപ്പൊ തീരുമാനം മാഷേ? നാട്ടിലേക്ക് കൊണ്ടുപോകുന്നോ അതോ? അങ്ങനെ ഒരു തീരുമാനം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നേ. ശേഖരമാഷേ, ബന്ധുക്കൾ ആരെങ്കിലും വരാണ്ടാവോ വിഷ്ണുമാഷക്ക്? അങ്ങനെ വരാൻ വേണ്ടപ്പെട്ടവരൊക്കെ കുറവാ. പിന്നെ നാടും കുറെ ദൂരല്ലേ. അപ്പൊ പിന്നെ വെളുക്കണവരൊക്കെ ആക്കണോ? രാത്രി തന്നെ മാഷ ഏതായാലും വിഷ്ണുവിനോട് ചോദിച്ചു നോക്കൂ. ഇപ്പൊ ചോദിച്ചാൽ ഉത്തരവൊന്നും കിട്ടിയെന്ന് വരില്ല. ചോദിക്കാം. ഭാര്യ രക്ഷപ്പെടൂ ഇല്ലേ മാഷേ? വിഷ്ണു,
ജയിലിൽ അറിയിക്കണ്ടേ? അമ്മയല്ലേ? എനിക്കറിയില്ല. ചോദിച്ചവരോടൊക്കെ പ്രിയമത ആശുപത്രിയിലെന്നാ പറഞ്ഞത്. മുല്ലത്താത്ത പെട്ടെന്ന് ചോദിച്ചപ്പോ അങ്ങനെ ഒരു കള്ളം പറയാനാ തോന്നിയത്. ഇപ്പോ എല്ലാവരും അത് വിശ്വസിച്ച മട്ട. ഇങ്ങോട്ട് പുറപ്പെടുമ്പോ എന്തെങ്കിലും ഒരു കള്ളം പറയാനാ അവള് പറഞ്ഞു. എന്റെ ഉണ്ണി ആ ഭാഗവതരോട് പറഞ്ഞു അത് തന്നെയാ കള്ളം. എന്നാലും അമ്മയെ അറിയിക്കാതെ എങ്ങനെയാ? എനിക്കൊന്നും അറിയില്ല. തെക്കുന്ന കാറ്റിന്റെ വരവ്. ഇനി ഇവിടെ നിൽക്കണ്ട. അതങ്ങോട്ട് പോയല്ലോ. വീശി പറത്തി വരുന്ന കണ്ടപ്പോ എല്ലാം ചുരുട്ടിയെടുത്തോണ്ട് പോകുന്ന വിചാരിച്ച് വന്ന പോലെ അങ്ങോട്ട് പോയി. മാഷ് വന്നോണ്ടാവും. എന്തോ നാടോ, നിങ്ങളല്ലേ 4 ദിവസം മുമ്പ് വന്ന് പ്രതിയെ കണ്ടുപോയത്? എപ്പോഴും ഓടി വന്ന് കാണാൻ ഇത് ഹോസ്റ്റലല്ല. അറിയാം സർ, എന്നാലും ഇന്ന് എനിക്ക് അവളെ കാണണം. അത് ബുദ്ധിമുട്ടാ. താൻ പോയി 1 മാസം കഴിഞ്ഞു വാ. ഇല്ല സർ, ഞാൻ പോവില്ല. സാർ എന്നെ കാണാൻ അനുവദിക്കണം. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. താന്ന് പോയേ. സർ, ഇന്നുകൂടി കണ്ടോ. ഇനി ഇതും പറഞ്ഞ് ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വന്നേക്കരുത്. എന്താ വിഷ്ണുട്ടാ ഇത്ര പെട്ടെന്ന്? അതും തനിച്ച്? മക്കളെ കൊണ്ടുവന്നില്ലേ? എന്താ ആകെ ഒരു വല്ലായിക? പുതിയ സ്ഥലത്തേക്ക് പോയില്ലേ? പോയി. എന്നിട്ട് മക്കളോ? അത് തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട്. അവിടെ എല്ലാവർക്കും മായമുള്ള വലിയ ഇഷ്ട. അപ്പൊ ഉണ്ണിയോ? ഉണ്ണി അവിടെ ഉണ്ണിയുടെ പ്രായത്തിലൊരു മോനുണ്ട്. അതുകൊണ്ട് അവനും വന്നില്ല അല്ലേ? സാരല്ല, കളിക്കാൻ കൂട്ടുകാരനെ കിട്ടിയില്ലോ. എന്നാലും വിഷ്ണുവേട്ടനെ ഞാൻ ഇപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചേയില്ല. പെട്ടെന്ന് നിന്നെ കാണാൻ തോന്നി. എന്താ പറ്റിയത് വിഷ്ണുവേട്ടന്? കഴിഞ്ഞ തവണ കണ്ട ആളെയല്ല, ആകെ കരുവാളിച്ച്. എന്താ വിഷ്ണുവേട്ടാ? ഏയ് ഒന്നുമില്ല. ഉണ്ണിയെ സ്കൂളിൽ ചേർത്തോ? എങ്ങനെയുണ്ട് പുതിയ സ്കൂള്? അവന് ഇഷ്ടായോ? ഇഷ്ടായി. വിഷ്ണുവേട്ടന്റെ ക്ലാസ്സിൽ തന്നെയാ? മുമ്പിലത്തെ ബെഞ്ചിൽ തന്നെ ഇരുത്തിയോ? 2 ദിവസമായിട്ട് എന്താന്നറിയില്ല വിഷ്ണുവേട്ടാ, എനിക്ക് വല്ലാത്തൊരു മനസ്സമാധാനം. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. വിഷ്ണുവേട്ടനും മക്കളും നല്ല സ്ഥലത്താ ചെന്ന് എത്തിയിരിക്കുന്നെന്നും നമ്മുടെ കഷ്ടകാലമൊക്കെ ഇതോടെ തീരുകയാണെന്നും ഒരു തോന്നല്. സമയായി, നീ ചെല്ല്.
ആയ അവര് പറയും. ഉം. അവിടെ എപ്പോഴും നല്ല കാറ്റല്ലേ? നിങ്ങൾ ചെന്നിട്ട് കാറ്റടിച്ചോ? ഒരു ദിവസം വിഷ്ണുവേട്ടന്റെയും മക്കളുടെയും കൂടെ ചേർന്ന് നിന്ന് ആ കാറ്റൊന്ന് കൊള്ളണമെന്ന് മോഹമുണ്ട്. ഇനി എന്നാ വിഷ്ണുവേട്ടാ? ഒന്നും പറഞ്ഞില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല മാഷെ. അവളോട് എനിക്ക് പറയാൻ വയ്യ. സമയം കഴിയുന്നതിന് മുമ്പ് ഞാൻ ഓടിപ്പോന്നു. ഉണ്ണി സ്കൂളിൽ പോയ മുമ്പിലത്തെ ബെഞ്ചിലാണ് ഇരിക്കണേ. അവൾ ഉണ്ണിയെ കുറിച്ച് തന്നെയാ ചോദിച്ചത്. എനിക്ക് അവളോട് പറയാൻ കഴിയില്ല പക്ഷെ. സാരമില്ല, പറയണ്ട. ഇനി എന്തെങ്കിലും അറിയും പറയട്ടെ. സഹിക്കാണ്ടായാൽ തനിക്കൊന്ന് പൊട്ടിക്കരയെങ്കിലും ചെയ്യാം. ഇതിനകത്ത് ആ പാവത്തിന് അതിനും കൂടിയുള്ള അവകാശമില്ലല്ലോ. എല്ലാം അറിഞ്ഞു കഴിഞ്ഞ് അവരനുഭവിക്കാൻ പോകുന്ന വേദനയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പൊ പറഞ്ഞില്ല എന്നുള്ള തെറ്റ് പൊറുക്കാവുന്നതേ ഉള്ളൂ. പറയാനുള്ള ധൈര്യം കുറച്ചു കഴിയുമ്പോൾ തനിക്കുണ്ടാവും. അന്ന് പറഞ്ഞാൽ മതി. വാ. ഡോക്ടർമാര് ഒന്നും അങ്ങോട്ട് ഉറപ്പിച്ച് പറയണില്ല. എന്നാലും എനിക്ക് വിശ്വാസമുണ്ട് മാഷെ, എൻ്റെ മോള് എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകില്ല. മറിഞ്ഞ ബസ്സിൽ നിന്ന് ആശുപത്രിയിലേക്ക് എടുക്കുമ്പോൾ അവള് പോയി എന്ന് തന്നെയാ കരുതിയത്. ആ അങ്കലാപ്പിനിടയിൽ മാഷയും കുട്ടികളെയും പറ്റി അന്വേഷിക്കാൻ പറ്റിയില്ല. പിന്നെ തിരക്കിയപ്പോൾ ആർക്കും ഒരു പിടിയില്ല. എന്തായാലും ഭാഗ്യമായി, നിങ്ങൾക്കാർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ. അല്ല, കുട്ടികളെവിടെ? ആ മിടുക്കൻ മധുരനാരങ്ങ ചെറുനാരങ്ങ കുട്ടിയോ? ഞങ്ങൾക്ക് പോകാൻ അല്പം തിരക്കുണ്ടായിരുന്നു. ആയിക്കോട്ടെ, എന്തായാലും വരാൻ തോന്നിയല്ലോ. ഞാൻ മറക്കില്ല മാഷേ. കുട്ടികളെ കാണാൻ ഒരു ദിവസം നിങ്ങളുടെ നാട്ടിലേക്ക് പറഞ്ഞുണ്ട്. മോളൊന്ന് എണീറ്റോട്ടെ. ഉണ്ണിന്നല്ലേ അവന്റെ പേര്? നല്ല വാസനയുണ്ട്, സംഗീതം പഠിപ്പിക്കണം.